സോ ഫസ്റ്റ് സെറ്റപ്പിൽ വെച്ചിട്ട് നമ്മൾ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. സോ ഞാൻ ക്ലെൻസ് ചെയ്തായിരുന്നു. സോ നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അലോവേറ ജെല്ലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ അലോവേറ ജെല്ല് അച്ഛൻ തായ്ലാൻഡ് പോയപ്പോഴത്തേക്കും മേടിച്ചു തന്നാണ് കേട്ടോ. ഒറിജിനൽ പ്യൂർ അലോവേറയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലുള്ളതും അല്ലാതെ നമ്മുടെ സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് മതി. സോ അത് ഫേസിൽ കുറച്ച് ഇട്ട് അപ്ലൈ ചെയ്യാം. അലോവേറ അപ്ലൈ ചെയ്തു. അപ്പം നമുക്ക് ഫേസ് നല്ല ഫ്രഷ് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ലിപ് സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. ആൻഡ് ഐ തിങ്ക് നമുക്ക് യൂസ് ചെയ്യണമെന്ന് കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് ലിപ് സ്ക്രബ് ചെയ്യാം. നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ എപ്പോഴും ഇടുന്നതുകൊണ്ട് സോ നമ്മുടെ ലിപ്പിനും അതുപോലെ നല്ല കെയർ കൊടുക്കണമെന്നാണ് അല്ലേ. സോ ലിപ് സ്ക്രബ് ചെയ്തതിന് ശേഷം കോട്ടൺ വെച്ചിട്ട് അതൊന്ന് വൈപ്പ് ചെയ്യാം. നന്നായിട്ട് ഒരു ഫ്രഷ് ഫീൽ ചെയ്യും. സെയിം സ്റ്റുഡിയോ തന്നെ ഞാൻ വാങ്ങിച്ച ലിപ് ബാം ഉണ്ട്. സോ അത് അപ്ലൈ ചെയ്യാം. ഇത് വാട്ടർമെലൺ ഫ്ലേവർ ആട്ടോ. ഓക്കെ, സോ ഞാൻ നൈറ്റ് ഫേസിൽ വേറെ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ഫേസ് ക്ലെൻസ് ചെയ്തു, അലോവേറ ജെല്ലിടും, പിന്നെ ഇതുപോലെ ലിപ് ബാം ഇടും. And face that much. Next I am going to use my hair. So hair ഞാൻ യൂസ് ചെയ്യുന്ന ആപ്സിൻ്റെ റോസ്മേരി വാട്ടറാണ്. ഏകദേശം ഇത് തീർന്നു, കാരണം എന്നെക്കൊണ്ട് കൂടുതൽ യൂസ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. സോ ഞാൻ അങ്ങനെ എപ്പോഴും ചെയ്യാറില്ല, വല്ലപ്പോഴും ഒക്കെ. നെക്സ്റ്റ് അലോവേറ സ്കാൾപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സേ ഡെയിലി നിങ്ങൾ നൈറ്റ് എപ്പോഴും ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മുടി വളരും. യെസ്, എനിക്ക് പ്രഗ്നൻസിക്ക് ശേഷം അങ്ങനെ ഹെയർ ഫോൾ ഒന്നും ഇല്ലായിരുന്നു. അപ്പം എനിക്ക് മുടി വളർന്നായിരുന്നു കുറച്ച്, ഹെയർ ഫോൾ അധികം ഇല്ല. സോ ഞാനിതൊക്കെ ചെയ്യും. പിന്നെ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. ആൻഡ് അത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, പാലാഴിയുടെ അവരുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഡാൻഡ്രഫ് നല്ല പോയി. സോ ഇതൊക്കെ നല്ല സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡും പാർട്ടീഷൻ എടുക്കുക ഹെയറിൽ. എന്നിട്ട് ഞാൻ ഹെയർ സെറം, ജോബീസിൻ്റെ ഒരു ഹെയർ സെറം എനിക്ക് എനിക്ക് സ്മെൽ ഇഷ്ടം. സോ ഇത് ഞാൻ മുന്നിൽ അപ്ലൈ ചെയ്യും. കുറച്ച് കുറച്ച് ആ സ്പ്ലിറ്റിങ്സ് ഒക്കെ കാണത്തില്ല, സ്പ്ലിറ്റിങ്സ് ഒക്കെ മാറും. ഓക്കെ, അപ്ലൈ ചെയ്ത് നന്നായിട്ട് എൻഡ് വരെ റേഞ്ച് വരെ നന്നായിട്ട് ചെയ്യാം. കുറച്ചുകൂടെ നല്ല ഷൈനി, നല്ല സ്മെല്ലായിരിക്കും. സ്മെല്ലും സോഫ്റ്റ്നെസ്സും ഒക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും ഹെയർ. എന്നിട്ട് രാത്രി ഞാൻ ഹെയർ പിന്നെയാണ് കൂടുതലും, മാക്സിമം ഞാൻ പിന്നെ ഇടാൻ ശ്രമിക്കും. സ്പ്ലിറ്റിങ്സും ഹെയർ വളരാനും നല്ലതാണ്. ഓക്കെ, അപ്പം ഇതിത്ര ചെയ്ത് കഴിഞ്ഞിട്ട് മുടി നമുക്ക് പിന്നെ. സോ ഗൈസ്, ഹെയർ പിന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, ബൈ. അപ്പം അടുത്ത വീഡിയോ കാണാം. ടാറ്റ പറയാം, പിന്നെ ടാറ്റ പറയാം.